بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ വിഷയം ആർത്തവം എന്താണ് എന്നതാണ്. ആർത്തവകാലം എന്ന ഈ അധ്യായത്തിൽ ആമുഖമായി എന്താണ് ആർത്തവം, എന്താണ് മെൻസസ് എന്ന വിഷയമാണ് നമ്മൾ വളരെ ചുരുക്കി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി നമുക്ക് ആർത്തവ സംബന്ധമായി വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തം, ഈ ആയത്ത് എന്തു പറയുന്നു എന്നതിലേക്ക് കടക്കാം. ശേഷം ആർത്തവ സംബന്ധമായിട്ടുള്ള ദീനിലെ നിയമങ്ങൾ, കർമ്മശാസ്ത്ര വിധിവിലക്കുകൾ എന്തൊക്കെയാണ്, ഹൈലുകാരിക്ക് എന്തൊക്കെ നിഷിദ്ധമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് അത് ആർത്തവമാവുക, എപ്പോഴാണ് അത് ഇസ്തിഹാദത്ത്, രോഗരക്തം എന്ന പരിധിയിൽ പെടുക എന്നതെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതിനു മുമ്പായി ആദ്യമായി ഈ ആയത്ത് ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 222 ആയത്താണ് നമ്മൾ പാരായണം ചെയ്തു വെച്ചത്. അതിലെ ആശയം, അത് സൂചിപ്പിക്കുന്ന കാര്യം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചുരുക്കി പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ആർത്തവം എന്താണ് എന്ന് പറഞ്ഞിരുന്നു. സ്ത്രീയുടെ ഒരു പ്രത്യേകതയാണ് ആർത്തവം. ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇത്. ഗർഭപാത്രത്തിലെ രക്തം കൊണ്ടുള്ള ഒരു കവചം, ഗർഭിണിയാകാൻ വേണ്ടി സൗകര്യമൊരുക്കുന്ന ഒരു മെത്ത, സൗകര്യപ്രദമായിട്ട് ആ കുഞ്ഞിന്, ഭ്രൂണത്തിന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്ത എല്ലാ മാസത്തിലും ഗർഭസാധ്യതയുള്ള എല്ലാ ദിവസമാകുമ്പോഴേക്ക് ഗർഭപാത്രത്തിൽ അല്ലാഹു സൃഷ്ടിക്കുന്നു. ആ മാസത്തിൽ ഗർഭം ധരിക്കുന്നില്ലെങ്കിൽ ആ പട്ടുമെത്ത പോലെയുള്ള രക്തത്തിന്റെ കവചം അത് പുറപ്പെട്ട് അത് ഒഴിവായി രക്തമായി പുറത്തോട്ട് പോകുന്നു. ഇതാണ് ആർത്തവം. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇത് ഒരു പക്ഷേ മനുഷ്യന് മാത്രം ആയിക്കൊള്ളണം എന്നില്ല. ഗ്രന്ഥങ്ങളിൽ കാണാം, മനുഷ്യർക്ക് പുറമെ, മനുഷ്യ സ്ത്രീകൾക്ക് പുറമെ മറ്റു 7 തരം ജീവികളിലും ഇങ്ങനെ ഈ ആർത്തവം കാണപ്പെടുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. പണ്ഡിതന്മാരങ്ങനെ പറയുന്നുണ്ട്. ഇമാം ഖല്യൂബി വലിയ പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച ഒരു കാര്യമാണ്. വേറെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അപ്പൊ മനുഷ്യരല്ലാത്ത, മനുഷ്യ സ്ത്രീകൾക്ക് പുറമെ പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട വവ്വാല്, അതുപോലെ തന്നെ മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കഴുതപ്പുലി, അതുപോലെ മുയല്, ഒട്ടകം, ചെറിയ ജീവിയായ പല്ലി, പെൺകുതിര, അതുപോലെ പട്ടി തുടങ്ങിയവക്കൊക്കെ ഇങ്ങനെ ആർത്തവം ഉണ്ടത്രേ. ഇതൊക്കെ പണ്ഡിതന്മാർ പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ അവർക്ക് പറയാൻ കഴിയുക എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. അങ്ങനെ നമ്മൾ ചിന്തിക്കുക ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒട്ടുമിക്ക ശാസ്ത്രീയ കാര്യങ്ങളും അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ, ഇത്രയൊന്നും സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ശാസ്ത്രം വികസിക്കാത്ത കാലത്ത് തന്നെ കണ്ടെത്തുകയും പറയുകയും ചെയ്തവരാണ് നമ്മുടെ ഇമ്മത്തുകൾ, ഇമാമുമാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇബ്ൻ ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാം ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും വലിയ, ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം രചിച്ചിട്ടുള്ള മഹാനാണ്. മഹാന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലോണിങ്ങും ടെസ്റ്റ് ട്യൂബ് ശിശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെയും സമഗ്രമായി പറയുകയും അതിന്റെ വിധിവിലക്കുകളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും അവർക്ക് അപ്രാപ്യം ആയിരുന്നില്ല, അവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത സംഗതിയല്ലായിരുന്നു ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ മനുഷ്യേതര ജീവികളിലും ആർത്തവം കാണപ്പെടുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്, എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഏതാണെങ്കിലും നമുക്ക് ഈ ആയത്ത് ഒന്ന് വിശദീകരിക്കാം. ഈ ആയത്തിന്റെ പശ്ചാത്തലം ഒന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വരുന്ന സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ പ്രബോധനമായി വരുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ജൂതന്മാരും ഒക്കെ അവർക്ക് ആർത്തവകാരികളോടുണ്ടായിരുന്ന സമീപനം വ്യത്യസ്ത രൂപത്തിലാണ്. ചിലർ പാടെ പരിധി ലംഘിച്ച ഒരു സമീപനമായിരുന്നു. ക്രിസ്ത്യാനികൾ അങ്ങനെയാണത്ര.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ക്രൈസ്തവർ, ക്രിസ്ത്യാനികൾ ആർത്തവ സമയത്ത് പോലും സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് കുറച്ച് കടന്ന കയ്യാണ്. ആർത്തവ സമയത്ത് പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന നിയമമുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് അങ്ങനെ പോലും ചെയ്തിരുന്നു. അവർക്ക് അത് ഉണ്ടെങ്കിലും, ആർത്തവം ഉണ്ടെങ്കിലും അവർക്ക് ഈ ലൈംഗിക ബന്ധം നടത്തുന്നതിന് തടസ്സമായിരുന്നില്ല. നേരെ മറിച്ച് ജൂതന്മാരും അതുപോലെ തന്നെ മക്കയിലും മറ്റുമൊക്കെയുള്ള മറ്റു മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ, ജൂതന്മാരും അവരാകട്ടെ നേരെ മറിച്ച് ആർത്തവമായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയോട് അടുക്കുക തന്നെയില്ല. അവര് ആ സ്ത്രീയോട് ബന്ധപ്പെടൂല എന്ന് മാത്രമല്ല, ആ സ്ത്രീയുടെ കൂടെ കടക്കൂല, ആ സ്ത്രീയെ വീട്ടിൽ തന്നെ താമസിക്കൂല. പുറത്തൊരു ഔട്ട് ഹൗസിലാ താമസിപ്പിക്കുക, പുറത്ത് താമസിപ്പിക്കും, വീട്ടിൽ തന്നെ താമസിപ്പിക്കൂല. അത്രയും വലിയ അയിത്തം കൽപ്പിച്ചിരുന്നു. ഈ രണ്ട് രീതിയിലും അവര് ആയിരുന്നു ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ക്രിസ്ത്യാനികളാകട്ടെ അവരുമായിട്ട് എല്ലാവിധത്തിലുള്ള സമ്പർക്കവും നടത്തുകയും ശാരീരിക ബന്ധം വരെ നടത്തുകയും ചെയ്തു. എന്നാൽ ജൂതന്മാരും മറ്റുള്ള മുശ്രിക്കുകളും അവരെ അടുപ്പിക്കാതെ ഭക്ഷണം പാചകം ചെയ്യാൻ സമ്മതിക്കൂല, അവരെ വീട്ടിലേക്ക് കടത്താൻ അയക്കൂല, അവരെ പുറത്തുപോയി താമസിപ്പിച്ചു. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടിക്കൽ നടത്തുകയും ചെയ്തിരുന്നു. ഈ രണ്ട് നിലപാടും ശരിയല്ല. ഈ രണ്ട് നിലപാടും, ക്രിസ്ത്യാനികളുടെ നിലപാടും ശരിയല്ല, അതുപോലെ തന്നെ ജൂതന്മാരുടെ നിലപാടും ശരിയല്ല എന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങി. ഇതാണ് ഈ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു പശ്ചാത്തലം കൂടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ജൂതന്മാര് അന്നൽ യഹൂദ കാനു ഇദാ ഹാലത്തിൽ മർഅതു ഫീഹിം ലം യുആകിലുഹാ വലം യുജാമിഉഹുന്ന ഫിൽ ബുയൂത്ത്. ജൂതന്മാർ അങ്ങനെയായിരുന്നു. സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൂടെ താമസിക്കില്ല, വീട്ടിൽ തന്നെ ഒരുമിച്ച് കൂടൂല. അങ്ങനെയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്താ? നബി തങ്ങളോട് ചോദിച്ചു, ആർത്തവകാരിയോട് ഞങ്ങൾ പാലിക്കേണ്ട സമീപനം എങ്ങനെയാണ്? അപ്പോഴാണ് ആയത്തിറങ്ങിയത്, വയസ്അലൂനക അനിൽ മഹീദ്, വയസ്അലൂനക അനിൽ മഹീദ്. നബിയെ അങ്ങയോട് അവർ ചോദിക്കും, അനിൽ മഹീദ്, ആർത്തവരക്തത്തെ കുറിച്ച് അവർ ചോദിക്കും. അപ്പോൾ പറഞ്ഞേക്കുക, അതാ നബിയെ അങ്ങയോട് സ്വഹാബത്ത്, അങ്ങയുടെ അനുയായികൾ ചോദിക്കും, എന്താണ് ആർത്തവരക്തത്തെ കുറിച്ച് ചോദിക്കും. അതിന് ആർത്തവരക്തം എന്താണെന്ന് ചോദിക്കും എന്നതല്ല, ആർത്തവരക്തത്തിന്റെ ആ സമയത്തുള്ള അവരോട് നമ്മൾ പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ എന്താണ് എന്നതൊക്കെ അവർ ചോദിക്കും. അപ്പോൾ കുൽ, അങ്ങ് പറഞ്ഞേക്കുക, ഹുവ അദൻ ഫഅതസിലുൻ നിസാഅ ഫിൽ മഹീദ്, അതൊരു മാലിന്യമാണ്, ശരീരത്തിലൊരു മാലിന്യമാണെന്ന് പറഞ്ഞേക്കുക. ആ സമയത്ത് നിങ്ങൾ ഫഅതസിലുൻ നിസാഅ ഫിൽ മഹീദ്, ഫഅതസിലുൻ നിസാഅ ഫിൽ മഹീദ്, ആ സമയത്ത് ആർത്തവ സമയത്ത് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. അപ്പൊ ഈ ആയത്തിൽ പറയുന്ന കാര്യം ഇൻഷാഅല്ലാഹ് പറയുന്നു, ഈ ആയത്തിൽ പറയുന്ന കാര്യം, ഈ ആയത്ത് വിശുദ്ധമായ ഖുർആനിലെ ഈ ഭാഗത്തിൽ ഒരു 5 കാര്യങ്ങൾ നമുക്ക് ചുരുക്കി പറയാൻ പറ്റും. 5 കാര്യങ്ങൾ, അത് മാത്രമാണെന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചുരുക്കി മനസ്സിലാക്കി വെക്കേണ്ട 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് സംഗ്രഹിച്ച് മനസ്സിലാക്കാൻ പറ്റും. 5 കാര്യങ്ങൾ. 1, ആർത്തവ രക്തം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ മലം, മൂത്രം എന്നൊക്കെ പോലെ ഒരു വിസർജ്യ വസ്തുവാണ്, ഒരു മാലിന്യമാണ്. ഒരാൾ മൂത്രമൊഴിക്കുന്നു, ഒരാൾ ബാത്റൂം പോയിട്ട് മലവിസർജനം നടത്തുന്നു, നമ്മളെല്ലാവരും ദിനേന പലവട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചെയ്തതുകൊണ്ട് അയാള് സമൂഹത്തിൽ മോശപ്പെട്ടവനാവുന്നുണ്ടോ? ഇല്ല. അത് ചെയ്യുമ്പോൾ അത് ഒരാൾ മൂത്രമൊഴിക്കുന്നു എന്നതുകൊണ്ട് ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു, മൂത്രശങ്കയുണ്ടാവുന്നു എന്നതുകൊണ്ട് അയാളൊരു മോശപ്പെട്ടവനാവുന്നില്ല, അയാളെ നമ്മൾ അകറ്റി നിർത്തുന്നില്ല. അതുപോലത്തെ ഒരു പ്രക്രിയയാണ് മാസത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ എന്നും നടക്കാത്തൊരു പ്രക്രിയയാണ് ആർത്തവം. അപ്പൊ ശരീരത്തിന് മാലിന്യം മാത്രമാണ്, സ്ത്രീക്ക് പ്രത്യേകമായിട്ടുണ്ടാകുന്ന ഒരു ശരീരത്തിലെ ഒരു മാലിന്യമാകുന്നു ഈ ആർത്തവരക്തം എന്നാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. അതാണ് ഖുൽ ഹുവ അദൻ. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയം, നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു പറയുകയാണ്, നബിയെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക, ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, അതൊരു ശരീരത്തിലെ മാലിന്യമാണ്. അപ്പോ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ വിഷയം, ആ സമയത്ത് ഈ ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് ജൂതന്മാര് ചെയ്തതുപോലെ അവരെ ഭക്ഷണം പാചകം ചെയ്യാൻ സമ്മതിപ്പിക്കാതെ
അവരെ വീട്ടിൽ കിടത്താതെ ഔട്ട് ഹൌസിൽ പുറത്തൊരു വീട്ടിൽ പോയി താമസിപ്പിക്കുക, അല്ലെങ്കിൽ വേറൊരു ഷെഡ് കെട്ടി അവിടെ താമസിപ്പിക്കുക, അല്ലെങ്കിൽ മുറ്റത്ത് കിടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ വിലക്കാൻ പാടില്ല. അതാ അവരുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിലക്കാൻ പാടില്ല. അതന്നെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വിഷയം അതുകൊണ്ട് കാരണം ഇത് പറയാൻ കാരണം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ ഇല്ല എന്നത് മാത്രം. പല സമുദായത്തിൽ നമ്മൾ ഈ മാസങ്ങൾക്ക് മുമ്പ്, ഞാൻ തന്നെ ഇവിടെ എന്റെ മഹല്ലിൽ ഒരു 6-7 മാസം മുമ്പ് അതിനെപ്പറ്റി പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ജുമാക്ക് ശേഷം പറയേണ്ടി വന്നിട്ടുണ്ട്. ഒരു വിവാദം ഉണ്ടായല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ. നാട്ടിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പുറത്താണെന്നാണ്. ഒരു ക്യാമ്പസിൽ, വിമൻസ് ഹോസ്റ്റലിൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ അവിടുത്തെ പ്രിൻസിപ്പാൾ ആ പെൺകുട്ടികളുടെ അടിവസ്ത്രം അഴിപ്പിച്ചു പരിശോധിച്ചു. ഒരു വിവാദം ഉണ്ടായി നമ്മുടെ രാജ്യത്ത്. നമ്മുടെ സാംസ്കാരികമായ പാരമ്പര്യമുള്ള നാട്ടിൽ കേട്ട ചരിത്രമാണിത്. എന്താ വിഷയം? ഹോസ്റ്റലിൽ, വിമൻസ് ഹോസ്റ്റലിൽ ആർത്തവമുള്ള, മെൻസസ് ഉള്ള സ്ത്രീകൾ അടുക്കളയിൽ കയറി എന്ന് പരാതി വന്നു. അടുക്കളയിൽ കയറി. ഗുരുതരമായ തെറ്റാണല്ലോ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം. അടുക്കളയിൽ കയറിയത്രേ. അതുകൊണ്ട് അതിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട്, ആർക്കാണ് ആർത്തവമുള്ളതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അടിവസ്ത്രം വരെ അഴിപ്പിച്ചു. അത് എത്ര ഗുരുതരമായ, എത്ര മോശപ്പെട്ട പ്രവണതയാണ് സമൂഹത്തിലുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ തന്നെ, നമ്മളൊക്കെ അറിവിൽ തന്നെ അതൊക്കെ കേൾക്കാറുണ്ട്. അവരുടെ കൂടെ കിടക്കൂല, ചുരുങ്ങിയത് ബെഡ്റൂമെങ്കിലും മാറിക്കിടക്കും. ഭർത്താവ് അവരുടെ കൂടെ കിടക്കൂല. ആർത്തവ കാലത്ത് വേറെ സ്ഥലത്ത് കിടക്കും. അവര് ഭക്ഷണം ഉണ്ടാക്കൂല, അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ. അങ്ങനെ ഒന്നും ഇല്ലേ ഇല്ല. അത് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിറങ്ങിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇസ്നഉ കുല്ല ശൈഇൻ ഇല്ല നിക്കാഹ്. നിങ്ങൾ എന്തും ചെയ്തോളൂ, ലൈംഗിക ബന്ധം ഒഴികെ എന്തും ചെയ്യാം. അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ആർത്തവരക്തം എന്ന് പറഞ്ഞാൽ ഒരു സാധാ മാലിന്യം തന്നെയാണ്. രണ്ടാമത്തെ വിഷയം, ആ സമയത്ത് അവരെ അകറ്റി നിർത്തുകയോ അവരോട് വിവേചനം കാണിക്കുകയോ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ വിഷയം, അവരുമായിട്ട് ആ സമയത്ത് കൂടെ കിടക്കുന്നതിനോ മറ്റു ലൈംഗിക ബന്ധം അല്ലാത്ത സമ്പർക്കത്തിനോ കുഴപ്പമില്ല. ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശാരീരിക, സ്ത്രീയുടെ കാൽമുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം, ആ ഭാഗത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സുഖാസ്വാദനങ്ങളൊന്നും പാടില്ല. അതല്ലാത്ത എന്തും പറ്റും. കൂടെ കിടക്കാം. ചുംബനം പോലെയുള്ള, കൂടെക്കിടക്കൽ പോലെയുള്ള, ചേർത്തുപിടിക്കൽ പോലെയുള്ള ഒന്നും തെറ്റല്ല എന്ന് മാത്രമല്ല, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ സമയത്ത് ആർത്തവകാലത്ത് സ്ത്രീയുടെ കാൽമുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗത്ത് സ്പർശിച്ചുകൊണ്ടുള്ള ലൈംഗികാസ്വാദനം പാടില്ല. വേറൊന്നും തെറ്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞു കേട്ടോ നിങ്ങൾ. മഹദിയായ ആയിഷ ബീവി പറയാണ്, അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, നബി തങ്ങൾക്ക് 9 ഭാര്യമാർ ഓരോ ഒരു സമയത്ത് തന്നെ ഉണ്ടായി. അത് നമുക്ക് പറ്റൂല, നമുക്കതൊന്നും പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വിവാഹവും ഓരോ നിക്കാഹും ഇബാദത്തായിരുന്നു എന്ന് കർമ്മശാസ്ത്രം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. എന്താ വിഷയം? അതൊക്കെ ഉമ്മത്തിനെ പലതും പഠിപ്പിക്കാനും അള്ളാഹുവിന്റെ വഹയി മുഖേനയാണ് അതൊക്കെ ഉണ്ടായത്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, ഒരുപാട് പറയേണ്ട കാര്യമാണ്. അതായത് ആയിഷ ബീവി, അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാ കിട്ടുന്നത്. ആയിഷ ബീവി പറയാണ്, അല്ലാതെ ഇപ്പൊ ഇതൊന്നും പരസ്യം ചെയ്യില്ലല്ലോ, ഇതൊന്നും പരസ്യമായി അറിയുന്ന വിഷയമാണോ? അല്ല. ആയിഷ ബീവി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞാൻ കുന്തു അഗ്തസിലു അന വന്നബിയ്യു മിൻ ഇനാഇൻ വാഹിദിൻ, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. എപ്പോ ഞാൻ അശുദ്ധിക്കാരിയാകുമ്പോൾ,
അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വലിയ ശുദ്ധിക്കാരാകുമ്പോ, ശാരീരിക ബന്ധം നടന്നിട്ട് നബിതങ്ങളും ആയിഷാബിയും അശുദ്ധിയാണ്, ആ സമയത്ത് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുണി എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ തല ഇങ്ങനെ ചീകിക്കൊടുക്കും, മുടി ചീകിക്കൊടുക്കും. ഞാൻ ആർത്തവകാരിയാവുമ്പോൾ നബിതങ്ങൾക്ക് തുണി എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ മുടി ചീകിക്കൊടുക്കും, മറ്റു സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. കഴിഞ്ഞില്ല, മറ്റൊരു ഹദീസിൽ കാണാം കുന്തു അശ്റബു വഅന ഹായിദുൻ. ആയിഷ ബീവി പറയാണ്, മുസ്ലിം ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിമും സ്വഹീഹ് ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. മഹദിയായ ആയിഷ ബീവി പറയുന്നു, കുന്തു അശ്റബു വഅന ഹായിദുൻ, ഞാൻ വെള്ളം കുടിക്കും, ഞാൻ ആർത്തവകാരിയായ സന്ദർഭത്തിൽ വെള്ളം കുടിക്കും. എന്നിട്ടോ സുമ്മ ഉനാവിലുഹുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി നബി തങ്ങൾക്ക് കൊണ്ട് കൊടുക്കും, ബാക്കി നബി തങ്ങൾക്ക് കൊണ്ട് കൊടുക്കും. വലത്തൈ കൊണ്ടാ കൊടുക്കട്ടെ, ഇടത്തൈ കൊണ്ട് കൊടുക്കൂല. ഇടത്തൈ കൊണ്ട് കൊടുക്കാനും വാങ്ങാനും പാടില്ല എന്നല്ല പഠിച്ച്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കും. അയൽകാരിയാകുമ്പോ, ആർത്തവകാരിയാകുമ്പോ ആയിഷാബി വെള്ളം കുടിച്ചിട്ട് ബാക്കി വെള്ളം കൊടുക്കും. ഫയളഉ ഫാഹു അലാ മൗദിഇ ഫിയ ഫയശറബ്. എന്താണതൊക്കെ? നബിതങ്ങൾ എന്ത് ചെയ്യും? നബിതങ്ങളെ ചുണ്ട് വെക്കും. ഫി മൗദിഇ ഫിയ, ഞാൻ അലാ മൗദിഇ ഫിയ, ഞാൻ ചുണ്ട് വെച്ച അതേ സ്ഥലത്ത്. അപ്പൊ അത്രയും അറ്റാച്ച്മെന്റ് ആണെന്ന് പറഞ്ഞത്. ഞാൻ ആർത്തവകാരിയായിരിക്കുമ്പോ വെള്ളം കുടിച്ചു, ഗ്ലാസ്സിൽ പാത്രത്തിൽ വെള്ളം കുടിച്ചു, ആ കുടിച്ച പാത്രം തന്നെ അതിന്റെ ബാക്കി വെള്ളം നബിതങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ എവിടെയാണോ ചുണ്ട് വെച്ചത് അവിടെ തന്നെ നബിതങ്ങൾ ചുണ്ട് വെച്ച് കുടിക്കും. അതൊക്കെ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. ആർത്തവകാരിയുടെ ശരീരസ്രവങ്ങൾ, ഉമിനീരോ മറ്റോ ഒന്നും ശരീരത്തിൽ തട്ടി ഒരു കുഴപ്പമില്ല. ഞാൻ വിയർക്കും. ആ വിയർക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൂടെ ഇരിക്കും, കൂടെ വർത്തമാനം പറയും, മടിയിൽ കിടക്കും. പല ഹദീസുകളുണ്ട്. കാനത്തക്കി വല ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മടിയിൽ തലവെച്ച് കിടക്കാറുണ്ടായിരുന്നു ഞാൻ ആർത്തവകാരിയാകും. ഒരു ഹദീസ് അധ്യായം തന്നെ ബാബുൽ ഹൈദ് എന്ന് പറഞ്ഞ് ഇഷ്കാത്തിലും ഒക്കെ വലിയ ഹദീസുകൾ കാണാം. ഇതിൽ കടന്നാൽ സമയം പോകുന്നതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് അത് വിശദീകരിച്ച് പറയാത്തത്. ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ ഹൈദുകാരിയാകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യമാരോട് സമീപിച്ചത് അങ്ങനെയാണ്. ശാരീരിക ബന്ധം, ലൈംഗിക ബന്ധം പാടില്ല. ആ സമയത്ത് അവരെ ആട്ടിപ്പുറത്താക്കാനോ അവരുടെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ പാടില്ല, അങ്ങനെ യാതൊരു നിയമവും ഇല്ല. ഇതാണ് മൂന്നാമത്തെ. അപ്പൊ ഒന്നാമതായി പറഞ്ഞു ഇതൊരു ശാരീരിക മാലിന്യം, ഇത് ശരീരത്തിലൊരു മാലിന്യം മാത്രമാണ്. രണ്ടാമതായി പറഞ്ഞു അവരെ പുറത്താക്കാനോ വിവേചനം കാണിക്കാനോ പാടില്ല. മൂന്നാമതായി അവരോട് ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം ഒഴിച്ചുള്ള ഭാഗത്ത്, അത് ഈ പൊക്കിളിന്റെ മുകളിലോട്ടുള്ള ഭാഗത്ത്, കാൽമുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് സ്പർശിച്ചുകൊണ്ടുള്ള ഏത് വിധത്തിലുള്ള സുഖാസ്വാദനവും തെറ്റല്ല. അത് അല്ലാത്തത്. പിന്നെ അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അതുപോലെ തന്നെ ഈ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ബന്ധവും അത് തെറ്റാണ്. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, ആർത്തവം നിലച്ചു കഴിഞ്ഞാൽ, ആർത്തവം നിന്നു കഴിഞ്ഞാൽ കുളിച്ചു വൃത്തിയായതിനു ശേഷം മാത്രമാണ് പിന്നെ അവർക്ക് ഈ ലൈംഗിക ബന്ധം നടത്താൻ പറ്റുള്ളൂ. കുളിച്ച് ആർത്തവം നന്നാൽ മാത്രം പോലെ ശുദ്ധിയാവുകയും വേണം. ഈ 5 കാര്യങ്ങൾ ചുരുക്കി നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നബിയെ അത് അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇതൊരു മാലിന്യമാണ്. ആ സമയത്ത് നിങ്ങൾ സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കണം. വലാത്തഖറബൂഹുന്ന ഹത്താ യതുഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ നിങ്ങൾ അടുക്കാൻ പാടില്ല. ശാരീരിക ബന്ധത്തിന് അടുക്കാൻ പാടില്ല, ശുദ്ധിയാകുന്നത് വരെ. നിലച്ചാൽ പോലെ, രക്തം നിന്നാൽ പോലെ ശുദ്ധിയാകണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ശേഷം പറയും ആർത്തവകാരിക്ക് പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അതിന് നോമ്പെടുക്കാൻ പാടില്ല. പക്ഷെ നോമ്പെടുക്കണമെങ്കിൽ എന്തിന്റെ നിർബന്ധമല്ല, കുളിച്ചുകൊള്ള നിർബന്ധമല്ല. ഇപ്പൊ രാത്രി അത് ഇൻഷാ അല്ലാഹ് ശേഷം പറയും, അതിനതൊക്കെ വിശദീകരിച്ച് പോകുന്നത്. രാത്രി സുബഹിക്ക് മുമ്പ് രക്തം നിലച്ചു, പക്ഷെ അവൾ കുളിച്ചിട്ടില്ല സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ കുളിക്കണം കേട്ടോ, അത് വേറെ വിഷയം. സുബൈക്ക് മുമ്പ് തന്നെ പിന്നെ ഇശ നിർബന്ധമായി, മഗ്രിബ് നിർബന്ധമായി കഴിഞ്ഞാൽ ശേഷം വിശദീകരിക്കാം. അടുത്ത ക്ലാസ്സിൽ അതൊക്കെ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷെ ഇവിടെ രക്തം അവൾക്ക് സുബൈക്ക് നോമ്പെടുക്കാൻ സമയമായപ്പോ രക്തം നിന്നിട്ടുണ്ട്, പക്ഷെ കുളിക്കാനും സമയം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോ നേരെ അങ്ങനെ ഉണ്ടാവും. സുബൈക്ക് കറക്റ്റ് സമയത്ത് നോക്കുമ്പോ രക്തം നിന്നിട്ടുണ്ട് ഉറപ്പായി നോമ്പെടുക്കണം, കുളിച്ചിട്ടില്ലെങ്കിൽ നോമ്പെടുക്കണം. പക്ഷെ അങ്ങനെയല്ല ഈ പറഞ്ഞത്. ശാരീരിക ബന്ധത്തിൽ ലൈംഗിക ബന്ധം നടത്തണമെങ്കിൽ കുളിക്കന്നെ വേണം. കുളി കഴിഞ്ഞ് ശുദ്ധിയായതിനു ശേഷമേ, അത്രയും വൃത്തിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ.
അതുകൊണ്ട് വലാത്തക്രമൂഹുന്ന ഹത്തായത്ത് കുറഞ്ഞ് അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച രൂപത്തിൽ നിങ്ങൾ അവരെ സമീപിക്കുക. അള്ളാഹു പശ്ചാത്താപമുള്ളവരെ, പശ്ചാത്തപിക്കുന്നവരെ, തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയും അതുപോലെ ശുദ്ധിയുള്ളവരെ, ശുചിത്വം പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടത് ഇവിടെ ഈ ആയത്ത് വിശദീകരിക്കുന്നത്. അപ്പൊ സാഹചര്യം മനസ്സിലായി, ഈ ആയത്തിറങ്ങാനുണ്ടായ സാഹചര്യം മനസ്സിലായി. അതുകൊണ്ട് ഇത് ആർത്തവകാലത്ത് നമ്മൾ സ്ത്രീകൾക്ക് യാതൊരു ന്യൂനതയുമില്ല. അത് സ്ത്രീകൾക്ക് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവുന്ന സംഗതിയാണ്. മറ്റു ജീവികൾക്കും അതുണ്ട് എന്ന് നമ്മൾ വിശദീകരിക്കുകയും ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആർത്തവത്തിന്റെ പ്രായം. ഏത് പ്രായത്തിലാണ് തുടങ്ങുന്നത്? ഇതിന് അവസാനിക്കുന്ന സമയം എപ്പോഴാണ്? ആർത്തവ ചക്രം അവസാനിക്കുന്ന സമയമുണ്ടോ? അതുപോലെ തന്നെ ആർത്തവ സമയത്ത് എത്രയാണ് ആർത്തവത്തിന്റെ സമയം? ആർത്തവം തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം വരെ ഉണ്ടാവും? എപ്പോഴാണ്? എന്താണ് അതിന്റെ വിധിവിലക്കുകൾ? ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് എന്തൊക്കെ നിർബന്ധമാകും, എന്തൊക്കെ ഹറാമാകും, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, എപ്പോഴാണ് ഇസ്തിഹാദത്താവുന്നത്? ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് 1 or 2 ക്ലാസ്സിനുള്ളിൽ നമുക്ക് ഈ വിഷയങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന വിഷയത്തിൽ സംശയമേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ ഉള്ള അറിവാക്കി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഇൽമിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ, ദീനിന്റെ ഖാദിമീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പഠിക്കുന്നതിന്റെ കാരണം കൊണ്ട് ഖുർആനിന്റെ ഖാദിമീങ്ങളുടെ കൂട്ടത്തിൽ അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസ്സത്തുഹു, ഖുർആൻ പഠിക്കുന്നവർ, ഖുർആനിന്റെ ആളുകൾ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ് എന്ന് ഹദീസിൽ കാണാം. അക്കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും പെടുത്തി അല്ലാഹുവിന്റെ അഹ്ലി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ആൾക്കാരും അല്ലാഹുവിന്റെ സ്വന്തക്കാരുമായിട്ട് അല്ലാഹു നാളെ നമ്മുടെ മഹ്ശറിൽ അങ്ങനെ ഒരുമിച്ച് കൂട്ടി നബി തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലെത്തിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.